ആത്മാഭിമാനത്തെക്കാൾ വലുതല്ല ഒരു അധികാരവും സ്ഥാനങ്ങളും. ബസ് തടഞ്ഞു നിർത്തി എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ്? ഏതെങ്കിലും ഒരു പ്രത്യേകമായ ചുമതലയിലുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് പോകണം എന്നുള്ള നിലപാടിനോട് എനിക്കൊരു യോജിപ്പില്ല. ഒരു പ്രശ്നത്തിൽ ഇടപെടൽ നടത്തി എന്നുള്ളൊരൊറ്റ കാരണങ്ങൾ കൊണ്ട് ഒരു പെൺകുട്ടി വേട്ടയാടപ്പെട്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ തോൽവിക്ക് അതും ഒരു കാരണമായിട്ടുണ്ടോ? സ്ത്രീയുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാനുള്ള ഒരു പ്രതിരോധം സ്ത്രീകൾ നടത്തും. അപ്പോൾ എങ്ങനെയാണ് ഒരുമിച്ച് സമയം കണ്ടെത്തുന്നത്? അതൊരു വ്യക്തിപരമായ ചോദ്യമാണ്. നേഷൻ ഫെസ്റ്റിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ബാലുശ്ശേരി MLA സച്ചിൻ ദേവാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് സംഭവിച്ച കാര്യമുണ്ടല്ലോ, ഇപ്പോൾ KSRTC ബസ് ഡ്രൈവർ യദുവുമായിട്ടുള്ള വിഷയം. അത് അടുത്ത കാലങ്ങളിൽ അതിൽ താങ്കൾക്കും പങ്കാളി ആര്യ രാജേന്ദ്രനും അതിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നും അത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ശരിക്കും അതിന് പിന്നിലെ വസ്തുത എന്താണ്? അതിൽ വളരെ 5 മിനിറ്റിൽ താഴെ മാത്രം ഉണ്ടായിരുന്നൊരു ചെറിയ പ്രശ്നമാണ്, ഒരു വാക്കുതർക്കമായിരുന്നു അത്. അത് യഥാർത്ഥത്തിൽ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ ഒരു മോശമായ അനുഭവം എന്നോടൊപ്പം യാത്ര ചെയ്തിരുന്ന എൻ്റെ സഹധർമ്മിണിയും സഹോദരിയുമായ 2 പേർക്ക് ഉണ്ടായ വളരെ മോശമായൊരു അനുഭവം. ആ അനുഭവം ഒരു വാക്കുതർക്കമായി മാറുക മാത്രമാണ് അതിലുണ്ടായിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. അത് സ്ത്രീകളിൽ നിന്നാകുമ്പോൾ പ്രത്യേകിച്ച് ആ പ്രതികരണം ഉണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയോട് ഒരിക്കലും സന്ധി ചേരാനാവില്ല. ഏതെങ്കിലും ഒരു പ്രത്യേകമായ ചുമതലയിലുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് പോകണം എന്നുള്ള നിലപാടിനോട് എനിക്കൊരു യോജിപ്പില്ല. ആത്മാഭിമാനത്തെക്കാൾ വലുതല്ല ഒരു അധികാരവും സ്ഥാനങ്ങളും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്വാഭാവികമായും ഒരു മോശമായ അനുഭവം ഒരു സ്ത്രീക്കുണ്ടായി കഴിഞ്ഞാൽ ആ സ്ത്രീ ആ ഘട്ടത്തിൽ പ്രതികരിക്കും. പറയാനുള്ള കാര്യങ്ങൾ പറയും. പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ്? ബസ് തടഞ്ഞു നിർത്തി എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. ഒരു തിരുവനന്തപുരത്തെ പാളയം സാഫല്യം കോംപ്ലക്സിൻ്റെ മുന്നിലുള്ള ഈ സിഗ്നലിൽ ബസ് നിർത്തുകയാണ് ഉണ്ടായത്. ചുവന്ന ലൈറ്റ് കത്തിയപ്പോൾ സാധാരണഗതിയിലുള്ള ട്രാഫിക് രീതികൾ വെച്ച് ഏതൊരു വാഹനവും അവിടെ നിർത്തും. അങ്ങനെ നിർത്തിയ വാഹനത്തിനടുത്ത് നിന്നുണ്ടായൊരു വാക്കുതർക്കം, വളരെ ചുരുങ്ങിയ സമയം, നിമിഷങ്ങൾ മാത്രം നിന്നൊരു കാര്യം. അന്നേ ദിവസം തന്നെ രാത്രി ഇതിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള ബസ് ഡ്രൈവർ ആര്യയെ വിളിച്ച് തെറ്റുപറ്റിപ്പോയി, അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയ പശകാണ്, നിങ്ങളത് മാപ്പാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ആ പ്രശ്നം അപ്പോൾ തന്നെ പറഞ്ഞ് അത് ആവർത്തിക്കാൻ പാടില്ല, അതൊരു ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞൊരു ഫോൺ സംഭാഷണത്തിൽ അവസാനിപ്പിച്ച കാര്യമാണത്. ആ ഫോൺ സംഭാഷണത്തിൻ്റെ ഓഡിയോ സന്ദേശം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. തെറ്റു പറ്റിയില്ലായിരുന്നെങ്കിൽ അന്നേ ദിവസം തന്നെ രാത്രി ആ ഡ്രൈവർ എന്തിനാണ് എൻ്റെ ഭാര്യയെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയേണ്ട സാഹചര്യം ഉണ്ടായത്? അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് സഹോദരൻ മാത്രം ഉൾപ്പെട്ടു പോയത്? അത് ഒരു സാധാരണഗതിയിൽ അവിടെ നടന്നിരിക്കുന്ന ഏതോ ഒരു ട്രാഫിക് നെഗ്ലിജൻസോ മറ്റോ ഒരു കുറ്റകൃത്യം സാധാരണഗതിയിൽ അവിടെ വന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ തീർച്ചയായും ആ കേസെടുക്കരുത് എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത് വാഹനം ഓടിച്ചിരുന്ന ആളുമായി ബന്ധപ്പെട്ട് പോലീസ് എന്ത് നടപടിയാണോ, ഞാൻ എൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ എടുത്തിട്ടില്ല, എന്ത് നടപടിയാണോ സ്വീകരിച്ചിട്ടുള്ളത് അത് ആ നിയമപരമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടു പോകാൻ ഞങ്ങൾ സന്നദ്ധമാണ്. പക്ഷേ 2 പേർ സമൂഹത്തിൽ ജനാധിപത്യപരമായൊരു ചുമതല വഹിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം സമൂഹത്തിൽ നടക്കുന്ന ഒരു തെറ്റായ കാര്യത്തെ അത് മറച്ചു വെക്കാനോ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനോ അത് ഒരു കാരണവശാലും ഒരു കാരണമായി മാറരുത് എന്ന അഭ്യർത്ഥന എനിക്ക് പൊതുസമൂഹത്തോടുണ്ട്. കാരണം സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾക്കെല്ലാം എതിരായി ഏറ്റവും ശക്തമായി പറയുന്നവരാണ് നമ്മളെല്ലാം.
സ്ത്രീകളായിരിക്കുന്നവർ വരെ അതിൻ്റെ ഏറ്റവും പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നവരാണ്. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായി ശക്തമായി പ്രതിരോധിക്കുകയും രംഗത്ത് വരികയും ചെയ്യുന്നത്. സമീപ ദിവസങ്ങളിലുണ്ടായ കേരളത്തെ ഏറ്റവും നടുക്കിയ ചില പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും സ്ത്രീയുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാനുള്ള ഒരു പ്രതിരോധം സ്ത്രീകൾ നടത്തും. അതിലൊരു സംശയവും വേണ്ട. കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട ഘട്ടങ്ങളിൽ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രശ്നത്തെ ഒരു രാത്രി ആ ഡ്രൈവർ ഈ കാര്യങ്ങളെല്ലാം ഏറ്റുപറഞ്ഞിട്ട് പോലും തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളിലൂടെ എതിരായ നിലയിലേക്കുള്ളൊരു പ്രചാര പ്രവർത്തനങ്ങൾക്കായി ആ പ്രശ്നത്തെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ പുറകിൽ രാഷ്ട്രീയമായ അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട പിന്നീട് വ്യക്തമായിട്ടുണ്ട്. പോലീസിന് ആ കാര്യങ്ങൾ കുറേയധികം വ്യക്തമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എങ്കിലും സ്വാഭാവികമായും ഞങ്ങൾ അതിനകത്ത് വേറെ തർക്കങ്ങളിലേക്ക് പോയിട്ടില്ല. സാധാരണഗതിയിൽ ഒരാൾ എങ്ങനെയാണോ നിയമാനുസൃതം നടപടിക്രമങ്ങൾക്ക് വിധേയമാവുക എന്ന നിലയിലല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു നിലയിലും ഞങ്ങൾ അതിൻ്റെ ഭാഗമായി പിന്നീട് മാറിയിട്ടില്ല. പക്ഷേ അവിടെ സംഭവിച്ചത് യാഥാർത്ഥ്യമായിരുന്നു. അതൊരു തെറ്റായ പ്രതികരണമായിരുന്നു. ഞങ്ങളൊരു ഔദ്യോഗിക വാഹനത്തിൽ പോലുമല്ല യാത്ര ചെയ്തത്. ഞങ്ങൾ സ്വകാര്യ വാഹനത്തിൽ, വീട്ടിലെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ 2 പെൺകുട്ടികൾക്കെതിരായി നടന്ന തെറ്റായ നിലയിലേക്കുള്ള ഒരു രീതിയെ ആ ഘട്ടത്തിൽ ഒരു 5 മിനിറ്റിൽ താഴെയുള്ള നിമിഷങ്ങൾ മാത്രം എടുത്ത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ടും തർക്കിച്ചു. അത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അവരിങ്ങോട്ടും തർക്കിച്ചു. ആ തർക്കത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായൊരു പ്രശ്നത്തെ ഏതെല്ലാം നിലയിൽ വക്രീകരിച്ചു, എങ്ങനെയെല്ലാം അത് നമുക്കെതിരായി ഉപയോഗപ്പെടുത്തി, അത് ഇന്നും അത് മാധ്യമങ്ങളിൽ. അപ്പോൾ അതിൻ്റെ പുറകിൽ രാഷ്ട്രീയമായൊരു ദുഷ്ടലാക്കുണ്ട്. അതിൻ്റെ ഭാഗമായി നിങ്ങൾ മറ്റൊരു പ്രശ്നത്തെ ഉപയോഗപ്പെടുന്ന പോലെയല്ല. ഇതൊരു സതുദ്ദേശപരമായ ഒരു പ്രശ്നത്തെയാണ്. ഏറ്റവും ശരിയായി ചെറുക്കപ്പെടേണ്ട, ചോദ്യം ചെയ്യപ്പെടേണ്ട, സമൂഹത്തിൽ തെറ്റായ പ്രവണത എന്ന് നമ്മളെല്ലാവരും പറയുന്ന ഒരു പ്രശ്നത്തിൽ ഇടപെടൽ നടത്തി എന്നുള്ളൊരൊറ്റ കാരണങ്ങൾ കൊണ്ട് ഒരു പെൺകുട്ടി വേട്ടയാടപ്പെട്ടു. അങ്ങനെ വേട്ടയാടപ്പെടാൻ കാരണം അവർ ഒരു ചുമതല വഹിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. ഇത് ഈ മോശമായ പ്രതികരണങ്ങൾ നേരിടുന്ന കാര്യത്തിൽ സ്ഥാനമാനങ്ങൾ എവിടെയും ഒരു പ്രധാനപ്പെട്ട ഒന്നല്ല. സാധാരണ നിലയിൽ പോകുന്ന പെൺകുട്ടികളും ബസ്സിൽ യാത്ര ചെയ്യുന്നവരും നടന്നു പോകുന്നവരും വ്യത്യസ്ത മേഖലകളിൽ മാധ്യമരംഗത്തുള്ളവരും മറ്റ് കലാസാംസ്കാരിക രംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും ഏത് മേഖലയിലുള്ളവരാണെങ്കിലും സ്ത്രീകൾ നേരിടുന്ന അതിക്രമത്തെ ഈ നിലയിലേക്കുള്ള കേവലമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നടത്തുന്ന പ്രചരണ രീതികൾ കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങളെ വസ്തുതാപരമായി കാണണം എന്നുള്ള ഒരു അഭ്യർത്ഥന എന്നെ സംബന്ധിച്ചുണ്ട്. അതെ, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ LDFന്റെ കയ്യിൽ നിന്ന് പോയതായിക്കോട്ടെ, മറ്റ് പ്രശ്നങ്ങളായിക്കോട്ടെ, ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെടുന്ന വിവാദങ്ങളെല്ലാം തന്നെ താങ്കളിലേക്കും വരുന്നുണ്ട്. അത് പേഴ്സണലി അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്ന് തോന്നാറില്ലേ? തീർച്ചയായും. അതിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ തന്നെ ഈ നിലയിലേക്കുള്ള വ്യക്തിഹത്യകളും പ്രത്യേകമായ പ്രചാര രീതികളുമൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഞാൻ കുറെ കൂടി മുമ്പേ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നവരാണ്. തുടർന്ന് ആര്യയും രാഷ്ട്രീയ രംഗത്ത് സജീവമായി വന്നു. പെൺകുട്ടികളുടെ ഇത്തരത്തിലേക്കുള്ള ഒരു ഇടപെടലും അവരുടെ മുഖ്യധാര മേഖലകളിൽ അവർ സ്വീകരിക്കുന്ന സമീപനങ്ങളും അത് കുറെ കൂടി ശക്തമായി ചിലപ്പോൾ വ്യക്തിപരമായ നിലയിലേക്കുള്ള ചില അറ്റാക്കിംഗായി മാറുന്നു എന്നുള്ളതാണ് പൊതുവേ ഞാൻ കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്. അത് ഏത് മേഖലയിലാണെങ്കിലും. ഇപ്പം നിങ്ങളുടെ മാധ്യമരംഗത്ത് ഒരു പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി നേരിട്ട പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഇപ്പം സിനിമാ രംഗത്ത് പെൺകുട്ടികൾ നേരിടുന്നത് നിങ്ങൾ കാണേണ്ടത്, ഇത് പൊതുസമൂഹത്തിൽ നമ്മൾ എത്ര അധികം ഇതിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴും ഈ നിലയിലേക്ക് ഒരു വളരെ ചെറുപ്പക്കാരിയായ വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി ഒരു ഉയർന്ന ചുമതല വഹിക്കുന്നു എന്നുള്ളപ്പോൾ സാധാരണഗതിയിൽ പാടില്ലാത്തത് സമൂഹം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. സഹായിക്കുകയും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതായ കാര്യങ്ങൾ ആ നിലയിൽ കാണേണ്ട ഒരു പ്രശ്നത്തെ ഒരു ചെറിയ വിഭാഗം ആളുകൾ അതിനെ വക്രീകരിച്ച് രാഷ്ട്രീയമായ ഏതെങ്കിലും ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മോശമായ നിലയിലേക്ക് ആ പെൺകുട്ടിയെ ചിത്രീകരിക്കാനും അതിനെ വ്യക്തിപരമായി
വലിയ രീതിയിലേക്ക് ആക്രമിക്കാനും സന്നദ്ധമായി എന്നുള്ളത് അനുഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞല്ലോ. അതിന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയാണ് ഉപയോഗപ്പെടുത്തിയത്. പലപ്പോഴും ഞങ്ങളിതിൻ്റെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഇതെല്ലാവരും ജനങ്ങളാകെ ചേർന്ന് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അതിനൊന്നും ജനങ്ങൾ കൂട്ടു നിൽക്കുന്നുമില്ല. ജനങ്ങൾ ഒരിക്കലും ഈ പ്രവണതയെ അംഗീകരിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായൊരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് ചില സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ വരുന്നു. അത് സംഘടിതമായൊരു ഏകീകൃത രൂപമായി വരുന്നു. അങ്ങനെ വരുമ്പോൾ ജനങ്ങളിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി വലിയ പണം ചെലവഴിച്ചുകൊണ്ടുള്ള പ്രചാര പരിപാടിയാണ് അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ളത്. അത് പലപ്പോഴും ചില പ്രത്യേകമായ ഘട്ടങ്ങളിൽ ചില അന്വേഷണങ്ങളുടെ ഭാഗമായി ഞങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾ അതിനെയെല്ലാം ശക്തമായി എതിർക്കുന്നുണ്ട്. നിങ്ങൾ കാണേണ്ടത് ഈ വ്യക്തിപരമായ അറ്റാക്കിംഗ്, വ്യക്തിഹത്യ ഈ പറയുന്ന ആളുകൾക്കെതിരായി വരുമ്പോൾ ജനങ്ങൾ കൂടുതൽ ചേർത്തു പിടിക്കുന്നു എന്നുള്ളതാണ് അനുഭവങ്ങളിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നത്. പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ വാത്സല്യപൂർവ്വം സ്നേഹപൂർവ്വം ആര്യയെ ചേർത്ത് പിടിക്കുകയും ഈ വ്യക്തിപരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തെറ്റായ നിലയിലേക്കുള്ള അറ്റാക്കിംഗ് അത് ഒരിക്കലും ശരിയല്ല, ഭൂഷണമല്ല എന്ന് പൊതുസമൂഹം പറയുകയും ചെയ്യുന്നതിൻ്റെ അനുഭവങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? ഈ തോൽവിക്ക് അതും ഒരു കാരണമായിട്ടുണ്ടോ? ആ നിലയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും മികച്ച നിലയിലുള്ള 5 വർഷക്കാലത്തെ ഭരണം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണസമിതി കൂട്ടായി നിർവഹിച്ചിട്ടുണ്ട്. ഭരണനിർവഹണം എന്നുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം ചുമതലയായി കാണേണ്ടതില്ല. അതൊരു കൂട്ടായ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭരണം എന്നുള്ളത് ഒരു കൂട്ടുത്തരവാദിത്തമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം എന്നുള്ളത് കൂട്ടുത്തരവാദിത്തമാണ്. അതിലെല്ലാവരും ഉണ്ട്, എല്ലാവരും പങ്കാളിയാകുന്നുണ്ട്. കൗൺസിലർമാർ മുതൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മുതൽ അതിൻ്റെ ഭരണ അധ്യക്ഷ എന്നുള്ള നിലയിലിരിക്കുന്ന വ്യക്തി വരെ കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി നിർവഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഭരണനിർവഹണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായി വരുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ട് ചെയ്ത ആകെ ജനങ്ങളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലിരിക്കുന്ന BJP-യേക്കാൾ കൂടുതൽ ജനങ്ങൾ പിന്തുണച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കണക്കുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. വോട്ടെന്ന് പറഞ്ഞ ഒരാളുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായം ബാലറ്റ് പേപ്പറിലൂടെ, ബാലറ്റ് മെഷീനിലൂടെ രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ തിരുവനന്തപുരം നഗരവാസികൾ ഏറ്റവും അധികം വരുന്നവർ പിന്തുണച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഏതെങ്കിലും നിലയിലേക്കൊരു ഭരണവിരുദ്ധമായ വികാരം ജനങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങളുടെ ഒരു മാൻഡേറ്റ്, അധികം എണ്ണം ജനങ്ങൾ അനുകൂലിക്കുന്ന ഭരണ നേതൃത്വമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറില്ലായിരുന്നു. ഇപ്പോൾ BJP അധികാരത്തിൽ സാങ്കേതികമായി ഉണ്ടെങ്കിലും ജനപിന്തുണയുടെ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ വോട്ടുകൾ, ആകെ വോട്ടെടുത്ത് പരിശോധിക്കുമ്പോൾ ജനങ്ങൾ നൽകി എന്നുള്ളതൊരു വസ്തുതയല്ലേ? എന്തിനാണ് അതിന് മറച്ചു വെക്കേണ്ട കാര്യം? സാങ്കേതികമായി 1, 2, 3 വോട്ടുകളുടെ വ്യത്യാസത്തിൽ ചില വാർഡുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നാരോ മാർജിനിൽ 20ഓളം വരുന്ന വാർഡുകളിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനൊക്കെയുള്ള കാര്യകാരണങ്ങൾ അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന CPIM-ഉം അത് ആധികാരികമായി പരിശോധിച്ച് വരികയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ആ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. ശരി. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് നേതാക്കളുമായി സംസാരിച്ചിരുന്നു. ഇവരെല്ലാവരും തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, പങ്കാളിയുമായി സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്ന്. താങ്കളുടെ കാര്യം വരികയാണെങ്കിൽ ഇരുവരും രാഷ്ട്രീയത്തിൽ, സജീവ രാഷ്ട്രീയത്തിലുള്ളവരാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരുമിച്ച് സമയം കണ്ടെത്തുന്നത്? അതൊരു വ്യക്തിപരമായ ചോദ്യമാണ്. അത് എനിക്കത് മറുപടി പറയുന്നതിൽ എനിക്കത് മറുപടി പറയുന്നതിൽ ഒരു മടിയില്ല. സാധാരണഗതിയിൽ ഞാൻ കുടുംബത്തോടൊപ്പം കഴിയുന്ന സമയം വളരെ കുറവാണ്. അത് ജീവിത പങ്കാളിയുമായിട്ടുള്ള ചെലവഴിക്കേണ്ട സമയമാണെങ്കിലും വളരെ കുറച്ച് സമയം മാത്രം ചെലവഴിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അതായത് ഞാൻ സാധാരണ ബാലുശ്ശേരിയിലാണ് ഉണ്ടാവുക, അധിക ദിവസങ്ങളിലും ഞാനിവിടെ ഉണ്ടാവുക. നിയമസഭാ കമ്മിറ്റിയോ നിയമസഭാ സമ്മേളനമോ പ്രത്യേകമായി എന്തെങ്കിലും യോഗമോ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർക്കുമ്പോഴാണ് സാധാരണഗതിയിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാറുള്ളത്. ആര്യ അവിടെ ചുമതലയുള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ആര്യയും താമസിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരല്പം കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ല. പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നവർ 2 പേർ വിവാഹം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ആ കാര്യങ്ങൾ
നേരത്തെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് അത് രണ്ടുപേരും മനസ്സിലാക്കുന്നു, ആയിരിക്കും ആ കാര്യങ്ങൾ അറിയാം. അതിൽ പ്രത്യേകമായ പരാതി, പരിഭവം, ആ കാര്യങ്ങളൊന്നും നാളിതുവരെ ഇന്നേ വരെ എന്നോട് പങ്കുവച്ചിട്ടില്ല. ഞാനും അതുപോലൊരു പരാതിയോ പരിഭവമോ ഇതുവരെ ആ കാര്യത്തിൽ ആര്യോടും പങ്കുവച്ചിട്ടില്ല. അപ്പോൾ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ, പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സാധാരണഗതിയിൽ സ്വകാര്യ ജീവിതത്തിന് ഒരു വലിയ പ്രാധാന്യം കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ, മാസത്തിൽ എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസമാണ് ഞാൻ പരമാവധി ഭാര്യയോടൊപ്പം ചെലവഴിക്കുന്ന സമയം. അത് തന്നെ തിരുവനന്തപുരത്തെ മറ്റ് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉള്ള സമയം മാത്രമാണ് ചെലവഴിക്കാറുള്ളത്. മറ്റ് പിന്നെ എൻ്റർടൈൻമെൻറ്റൊക്കെ പൊതുവേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറവാണ്. സാധാരണഗതിയിൽ രാവിലെ വളരെ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി വളരെ വൈകി ഉറങ്ങാൻ വേണ്ടി മാത്രം വീട്ടിലേക്ക് വരുന്ന രീതിയാണ് കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഉണ്ടാവാറുള്ളത്. മറ്റ് പൊതുവിലുള്ള പിന്നെ എൻ്റർടൈൻമെൻറ്റ്, സാധാരണഗതിയിൽ നിങ്ങൾ കാണുന്ന യുവാക്കളുടെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളിലൊക്കെ നേരത്തെ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അതേതായാലും പിന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അതിന് MLA ആവണമെന്നൊന്നുമില്ല, മേയർ ആവണമെന്നോ MLA ആവണമെന്നോ ഒന്നുമില്ല. പൊതുരംഗത്ത് ആത്മാർത്ഥമായി മുഴുവൻ സമയം പ്രവർത്തിക്കാൻ, ജനങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കും അവരുടെ സ്വകാര്യമായ ജീവിതത്തിൽ അത്രയധികം സമയം ലഭിക്കണമെന്നില്ല. എങ്കിലും ഒരല്പസമയം ഉണ്ടാക്കി കുടുംബജീവിതത്തെ പരമാവധി ശ്രദ്ധിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പരിപൂർണമായി വിജയിച്ചു എന്നുള്ള അവകാശവാദം ഉന്നയിക്കാൻ എനിക്കിപ്പോഴും കഴിയില്ല.